ചൂത് കളിച്ച് കുടുംബം കുളം തോട്ടിട്ട് ഇറങ്ങി പോയപ്പോ ഇവൻ പറഞ്ഞ വലിയ വർത്തമാനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതും എന്തൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? നശിപ്പിച്ചതെല്ലാം തിരിച്ചെടുക്കാനുള്ള കാശും കൊണ്ട് ഇവിടെ കാലുകുത്തുന്നു. മതി, ഒന്നുമില്ലേലും അവൻ വന്നല്ലോ. ഈ തറവാട്ടിൽ അവസാനമായിട്ട് നടക്കാൻ പോണ ഒരു നല്ല കാര്യ. അതൊക്കെ ശരിയാ, പക്ഷെ ലക്ഷ്മിയുടെ വാക്ക് കേട്ടോണ്ടാ ഇന്ദുവിന്റെ കല്യാണം നിശ്ചയിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പൊന്നാരനിയൻ വന്നപ്പോ ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിലേ ഇപ്പോഴേ തുറന്നു പറയണം. പിന്നെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങളുടെ കാല് പിടിക്കാൻ വന്നേക്കരുത്. അവൻ ഒരു അഭിപ്രായവും പറയാനില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് മാറ്റാനും പോണില്ല. എല്ലാരും കൂടി ഈ കുട്ടിയെ സന്തോഷമായിട്ടൊന്ന് കെട്ടിച്ചയച്ചാ മതി. വേറെ ഉണ്ടോ നിങ്ങളുടെയൊക്കെ കാരണവന്മാർക്ക്? പണ്ട് ഈ തറവാട് പണിതപ്പോ ഒരു 3-4 തേക്ക് കൂടി കയറ്റിയിരുന്നെങ്കിൽ കാശ് ഇപ്പൊ എത്ര വാരായിരുന്നു? മരം വളരെ കുറവാ, കല്ലിനാണേ വിലയില്ല. എന്നാ താനൊരു ലോഡ് കല്ലിന്റെ വീട്ടിൽ ഇറക്കിത്താടോ. കാരണം അല്ല ഏട്ടാ, എത്ര നേരം ഇയാൾ അളക്കാൻ തുടങ്ങിയിട്ട് അവിടെ? താനിപ്പോ ഉള്ളതിന്റെ വില പറഞ്ഞാൽ മതി. അകത്തളത്തിലെ തൂണൊക്കെ ഈട്ടിക്കൊണ്ട് തന്നെയാ. പക്ഷെ മച്ച് തേക്കാം. അതുമല്ല, കെട്ട് കുമ്മായവും ചെത്തുകല്ലും കൊണ്ടാ. പൊളിക്കണ കാശ് എന്റെ കയ്യിൽ നിന്ന് പോവും. ഇനി നിന്റെ ചെറിയേട്ടൻ കല്യാണത്തിന് കൂടിയില്ലെന്ന് പറഞ്ഞ് കണ്ണു നിറയ്ക്കണ്ട. ഇത്തിരി പൊക്കോവണ്ണം കൂടിയെന്നുള്ളൂ. ഇവളിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാലും ചെറിയേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഏയ്, ആ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. പഴയ പൊട്ടിപ്പിണ്ട് തന്നെ അല്ലടി. ആരേത്? വഴി കിടന്ന് കിട്ടിയതാ. വഴിന്നോ? നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വഴി കിടന്ന് കണ്ണാടിത്തുണ്ട്, ചിപ്പി, ബട്ടൺസ് അതുപോലെയുള്ള കുന്ത്രാടകളൊക്കെ ഇട്ട് വരുന്നില്ലേ? അതൊക്കെ എടുത്ത് നമ്മള് കീശയിലിടുവായിരുന്നില്ലേ? അതുപോലെ വഴിയിൽ നിന്ന് ഒരു കുന്ത്രാണ്ടത്. തറവാട് പൊളിച്ചു വിട്ടിട്ട് വേണോ ഈ കല്യാണം നടത്താൻ? പൊളിക്കാനും വിൽക്കാനൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല. അച്ഛനെ ഇന്നോ നാളെന്ന് പറഞ്ഞ് കിടപ്പായിട്ട് മാസം 6 രാഘവേട്ടനെയും കുട്ടികളെയും വിട്ട് ഞാൻ എത്ര നാളാച്ച എവിടെ നിന്ന് നിൽക്കുക? ഇന്ദുവിന് ഒറ്റയ്ക്ക് അച്ഛനെ നോക്കാനാവോ? അച്ഛന്റെ കാലം കഴിഞ്ഞ പിന്നെ ഇവക്ക് ആരാ ഉണ്ടാവുക? തിരിഞ്ഞു നോക്കില്ല എന്റെ ഏട്ടന്മാര്. എന്റെ ഇന്ദുവിന്റെ പേരിലാ തറവാട്. അത് എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ അവരിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതും സകല ചെലവുകൾ വഹിച്ചോളാന്ന് പറഞ്ഞതും. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പുര അടിക്കാനും തെളിക്കാനൊക്കെ ഉള്ള വക ആർക്കാ ഉള്ളത്? അതുകൊണ്ടാ അറയും പുരയൊക്കെ പൂട്ടി അച്ഛൻ ഈ ചാവടിയിലേക്ക് താമസാക്കിയത്. അവരത് പൊളിക്കേ വിക്കേ എന്താ ചായിക്കോട്ടെ. ഈ പെണ്ണൊന്ന് രക്ഷപ്പെട്ടാ മതിയെന്നേ ഉള്ളൂ എനിക്ക്. നിനക്ക് അച്ഛനെ കാണണ്ടേ? വേണ്ട, അച്ഛൻ അറിയണ്ട ഞാൻ വന്നത്. ഞാനുണ്ടാക്കി വെച്ച കടവും ബാധ്യതയൊക്കെ തീർത്തിട്ടേ അച്ഛന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയതാ. ആ വാക്ക് തെറ്റിക്കണ്ട. എനിക്കൊരല്പ സമയം കൂടി വേണം. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഓ, ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. തന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ, എന്റെ കയ്യിലല്ലേ. കള്ളന്മാരൊക്കെ നിറയുള്ള കാല. വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്കും. പിന്നെ അതിനകത്ത് ഇരിക്കല്ലേ? അല്ല, ഞാൻ അലമാര വെച്ച് പൂട്ടിയേക്കാം. താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദരിദ്രമായിരിക്കും. ആരാ ഈശ്വര അലമാരി കണ്ടുപിടിച്ചത്? ഞാനും വന്നോട്ടെ. ഇയാളെന്തിനാ ഈ മുറി കുത്തി തുറക്കുന്നേ? ഇതെന്റെ മുറിയാ, കണ്ടു പൂട്ടിട്ട് പോയതാ. ഇതാരുടെ ഇതൊക്കെ? ഇയാള് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നതോ മറ്റുമാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതായത് എന്റെ അമ്മായിപ്പനാ. അല്ല, എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീനായിരിക്കില്ല, അലവലാദീന്നായിരിക്കും. എന്താ പറഞ്ഞേ? അല്ല,
ഇയാളുടെ മുറിയിൽ എന്താ ഈ കൊട്ടും വാദ്യമൊക്കെ? ആരുടെ ഈ വീണ? ഇത് എന്റെ അമ്മയുടെ വീണയാ. എന്റെ വീണയാ. എടാ, നിന്നെ അച്ഛൻ വിളിക്കണു. ഞാൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന്. അറിഞ്ഞു. നീ അല്ലാതെ വേറെ ആരാ ഇതിവിടെ വായിക്ക? അച്ഛൻ കേട്ടു. മാപ്പ് തരണം ഈ മഹാഭാവിക്ക്. എന്താ അച്ഛാ? പാടാനോ? ആര്? നീയൊന്ന് പാടൂന്ന്. അമ്മ നിന്നെ പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് പാടാൻ. ഒക്കെ മറന്നുപോയി അച്ഛാ. മനസ്സിന്ന് നല്ലതൊക്കെ എവിടെയൊക്കെ പോയി. ഒരു വരിയെങ്കിലും ഒന്ന് മൂളിക്കൂടെ നിനക്ക്? ഡാ, പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ? അമ്മ പഠിപ്പിച്ച എന്തെങ്കിലും. കുഞ്ഞിലെ പഠിച്ചൊന്നും മറക്കൂല. കുട്ടിയൊന്ന് ഓർത്തു നോക്കിയേ. ആ തോപ്പ് കണ്ടോ? ആ തോപ്പ് മുതൽ ഇവിടം വരെ ഞങ്ങളുടേതായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെയുള്ള ഒരു വല്യത്താന്റെ കയ്യിലാ. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. മിടുക്കൻ. എങ്ങനെ ഒപ്പിച്ചു? കളിച്ചു കളഞ്ഞതാ. എന്ത് കളിച്ച്? ചൂത് കളിച്ച്. ഇവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അമ്മച്ചിപ്പൂരത്തിന് എല്ലാ കരയെന്നും കളിക്കാരെത്തും. കള്ളന്മാരാ കൂടുതലും. പലപ്പോഴും വെട്ടും കുത്തും വരെ നടന്നിട്ടുണ്ട്. അതിപ്പോയി പെട്ടതാ. തോറ്റപ്പോ വാശിയായി. കാശിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വല്യത്തേന്റെ അടുത്തുകൊണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോലിച്ചൻ പറഞ്ഞേ. അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയാ? ഇനിയിപ്പൊ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വല്യത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശിപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നുവെച്ചാ? തന്റെ ബാഗിലോ ഒരു കടുങ്കഥ പറഞ്ഞാടോ. കാശ് കൊടുത്ത് ഞാൻ ഈ വയലൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് വിത്ത് വിതയ്ക്കും, കൊയ്യും. കൊയ്ത്ത് നടക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെയും തോളിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്. അവിടെ ഞാനും എന്റെ അച്ഛനും. നിങ്ങൾ രണ്ടുപേരും മാത്രായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലൊരു പെണ്ണ്. ഓ, എന്നാ പിന്നെ ഐശ്വര്യ റോയ് തന്നെ കെട്ടിക്കൂടെ? അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ടെന്താ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും. വലിയ അത്യാഗ്രഹമൊന്നുമില്ല കേട്ടോ. ഒരു 10-100 വർഷം കഴിഞ്ഞുകൂടി പോയാ മതി. ചില്ലറ മോഹമൊന്നുമല്ല. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും. എന്റെ കാര്യം എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ? ഞാൻ തന്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? തന്നെ കെട്ടാൻ പറ്റില്ലെന്നെങ്ങാനോ ചെക്കൻ പറഞ്ഞ ഇടിച്ച് ഞാൻ എന്റെ പരിപ്പെടുക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കും. ഫെലിക്സ് പാവാ, എന്തെങ്കിലും കുടുക്കില് പെട്ടതാവും. എന്നാ ഞാൻ തന്റെ കൂടെ വന്ന് അയാൾ ആ കുടുക്കി നൂരി തന്റെ കയ്യിലിട്ട് തരും. പോരെ? താൻ വാ. വാടോ.